ഉള്ളൊഴുക്ക് റൈറ്റർ ഡയറക്ടർ ക്രിസ്റ്റോ ടോമി. കറി ആൻഡ് സൈനൈഡ് എന്നുള്ള ഒരു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നല്ലോ, അതിലൂടെ ഫേമസ് ആയ ആളാണ്. പുള്ളി കിടിലൻ ക്രിയേറ്ററാണ്. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ഈ ഒരു ഡോക്യുമെൻ്ററി കണ്ടില്ല. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസല്ലേ, അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു വിധിയോ കാര്യങ്ങളോ വരാതെ നമ്മളൊരു മുൻവിധിയോടുകൂടി ഒരു ഡോക്യുമെൻ്ററി അങ്ങ് ഫുള്ള് തയ്യാറാക്കുന്ന ഒരു കരുത്ത് വേറുപാട് എനിക്ക് ആ സീരിയസ് ആയിട്ടുണ്ടായതുകൊണ്ട് എന്തുകൊണ്ടോ ഞാനത് കണ്ടില്ല. എല്ലാവർക്കും നല്ല അഭിപ്രായം, ക്രിട്ടിക്കലി അക്ലൈംഡ് ആയിട്ടുള്ള ഒരു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി തന്നെയാണ്. എല്ലാവരും അതിൻ്റെ കണ്ടന്റ് എന്തോ ആയിക്കോട്ടെ, പക്ഷേ അതിൻ്റെ മേക്കിങ്ങും അത് എടുത്തിരിക്കുന്ന രീതിയും കാര്യങ്ങളെല്ലാം നല്ലതാണ്. ആ ഡോക്യുമെൻ്ററിയുടെയും സിനിമറ്റോഗ്രാഫർ തന്നെയായിരുന്നു ഷെനാദ് ജലാൽ, ഈ പടത്തിൻ്റെയും സിനിമറ്റോഗ്രാഫർ. ഷെനാദ് ജലാൽ എന്നുള്ള പേര് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഭൂതകാലം എന്ന് പറഞ്ഞ പടത്തിലാണ്. അതിനുശേഷം ഭ്രമയുഗം. ഈ ഒരു 2 പടം തന്നെ മതിയാവും നമുക്കിപ്പോൾ റീസെൻ്റ്ലി ഷെനാദ് ജലാൽ എന്നുള്ള സിനിമറ്റോഗ്രാഫറുടെ പൊട്ടൻഷ്യൽ മനസ്സിലാവാനായിട്ട്. 10 വർഷം മുമ്പ് ഇറങ്ങിയ ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എൻ്റെ ഫേവറേറ്റ് സിനിമകളുടെ ലിസ്റ്റിലുള്ള സിനിമകളാണത്. അതിൻ്റെയും ക്യാമറ ഇദ്ദേഹം തന്നെയായിരുന്നു. ഞാൻ ഈ സിനിമ കണ്ടതിന് ശേഷം ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സ് ആരാണെന്ന് നോക്കിയത്. എനിക്ക് പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ മൊത്തം ഭൂതകാലം സിനിമയുടെ ഒരു ടോണും അതിൻ്റെ ഒരു ഫീലും ഒക്കെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആരെങ്കിലും ചോദിച്ചാൽ ഇത് എങ്ങനെയുള്ളൊരു പടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഇമോഷൻസ് വെച്ചിട്ടുള്ളൊരു പ്ലേ ആണ്, ഡ്രാമയാണ് പക്ക. കഥയൊക്കെ ട്രെയിലർ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2 ക്യാരക്ടേഴ്സ് മെയിനായിട്ടുണ്ടാവുന്നു. അവരുടെ 2 പേരുടെയും മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു ഉള്ളൊഴുക്ക് തന്നെയാണ് ഈ സിനിമ. ഭൂതകാലത്തിനകത്തും മെയിനായിട്ട് ഇങ്ങനെയായിരുന്നു. അതിനകത്ത് ഒരു അമ്മ മകൻ, ഒരു വീട്, അവിടുത്തെ ഒരു ഫാമിലി സെറ്റപ്പ്, വയ്യാതെ കിടക്കുന്ന അമ്മൂമ്മ, അവരുടെ മരണം, ഇങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനകത്തും ഏകദേശം സിമിലർ പരിപാടി തന്നെയാണ്. ഒരു മകൾ, അമ്മായിയമ്മ, വയ്യാതെ കിടക്കുന്ന മകൻ, മകന്റെ മരണം, വെള്ളപ്പൊക്കം, ആ വെള്ളപ്പൊക്ക സമയത്തുണ്ടാവുന്ന ശവമടക്ക് മാറ്റിവെക്കുന്നു. വെള്ളപ്പൊക്കം കഴിഞ്ഞ് വെള്ളം ഇറങ്ങി കഴിഞ്ഞ് ശവമടക്കം നടത്താമെന്ന് പറയുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ആ ഫാമിലിക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ആ ഫാമിലിക്കുള്ളിൽ നടക്കുന്ന കുറച്ച് സീക്രട്ട് റിവീലിംഗ് സംഗതികൾ, ഇതൊക്കെയാണ് പടം. ഈ പരിപാടികൾ നമ്മളെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെയാണ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നമ്മളിതിൻ്റെ സെറ്റിലായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ. അതേപോലെ ഇതിനകത്ത് ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ സീക്വൻസുകളിലും ഒക്കെ നമ്മളെ കൃത്യമായി ഇതിനോടൊപ്പം ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്ന രീതി അനുസരിച്ച് പടം കുറച്ച് സ്ലോ ബേണിങ് തന്നെയാണ്. ഇതൊരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ ആ പടം നമ്മളെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ സുഷിൻ ശ്യാം എന്ന് പറയുന്ന ഒരു ബ്രില്യൻ കമ്പോസറുടെ കമ്പോസിഷൻ, അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണ് പടം നമ്മളെ കൃത്യമായി നമ്മളിലേക്ക് ഇറങ്ങി അവരുടെ പെർഫോമൻസും കൊണ്ടുപോകുന്നത്. ഭാവന സ്റ്റുഡിയോസിൻ്റെ ആദ്യകാലത്തെ പടങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഷൈജു ശ്രീധരനായിരുന്നു അവരുടെ എഡിറ്റർ എങ്കിൽ, പിന്നീട് വന്ന ജോജി പോലുള്ള പടങ്ങൾ, തങ്കം ഒക്കെ വന്നു കഴിഞ്ഞാൽ കിരൺ ദാസ് എഡിറ്ററായിട്ട് കാണാം. തൊണ്ടിമുതലും ദൃസാക്ഷിയിലും അദ്ദേഹം തന്നെയായിരുന്നു. അപ്പം കിരൺ ദാസ് എന്ന് പറയുന്നത് ഭാവന സ്റ്റുഡിയോസിൻ്റെ സ്വന്തം എഡിറ്റർ എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ പറ്റും. പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു എഡിറ്ററാണ്. കാരണം ഇത്രയും സ്ലോ ബേണിംഗ് ആയിട്ടുള്ള മൂവി ആളുകളിലേക്ക് ബോറടിപ്പിക്കാതെ കട്ട്സ് കൊണ്ടുപോകുക എന്ന് പറയുന്നതും ഒരു വലിയ പണി തന്നെയാണ്. ഇവരുടെ എല്ലാം ഹെൽപ്പോട് കൂടിയാണ് ക്രിസ്റ്റോ ടോമി എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ഉള്ളൊഴുക്ക് നമ്മളിലേക്ക് എത്തുന്നത്. ഉള്ളൊഴുക്ക് എന്നുള്ള ഈ സിനിമ കഴിഞ്ഞൊരു 10-15 ദിവസമായുള്ള ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട് ഇങ്ങനൊരു പടം വരുന്നുണ്ടോ, ഇതാര് അഭിനയിക്കുന്നത്, ആര് പടം എന്ന് നോക്കുമ്പോഴത്തേക്ക് ഉർവശി, പാർവതി തിരുവോത്ത്. അപ്പം ഇവരെ പാർവതി കുറച്ച് കാലമായിട്ട് പുള്ളിക്കാരി അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവായിട്ടോ എപ്പോഴും പോസ്റ്റുകളിലിട്ട് ഇൻ്റർവ്യൂസ് കൊടുക്കുകയൊന്നും ചെയ്യുന്ന ആളല്ല. ഉർവശി പിന്നും ഈ പറഞ്ഞ പോലെ TV പരിപാടികളിലും ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ ഉർവശിയുടെ അല്ലാതെ തന്നെ 3-4 പടങ്ങൾ അമ്മ ക്യാരക്ടറിലും അങ്ങനെ തമിഴിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരി ആക്റ്റീവാണ്. പക്ഷേ പാർവതി കുറച്ച് കാലമായിട്ട് അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. പക്ഷേ ഇവർ 2 പേരും കൂടെ ചേർന്ന് ഒരു പാർവതി ഉർവശി പെർഫോമൻസ് വൈസ് സംതിങ് ഇസ് ദെയർ എന്ന് നമ്മൾ ആദ്യമേ പ്രതീക്ഷിക്കും. ട്രെയിലറും ഭയങ്കര പ്രോമിസിംഗ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ക്രൂ, ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്നീഷ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് പ്രൊമോഷൻസ് ഉണ്ടായിരുന്നു. ബിഗ് ബോസിലടക്കം വന്ന പ്രൊമോഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പടത്തെ പറ്റി ശ്രദ്ധിക്കുന്നത്. നിർബന്ധമായിട്ടും ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ കാണുമെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ എനിക്ക് മീംസും ട്രോളും ഒക്കെ കണ്ട്, അതായത് കുറച്ച് കാലമായിട്ട് കരച്ചിലായിരുന്നല്ലോ നമുക്ക് മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള പടങ്ങളൊന്നും വരുന്നില്ല. അതായത് ഈ പടത്തിനകത്ത് നോക്കും നിങ്ങളത് 3-4 ക്യാരക്ടേഴ്സ്, മെയിൻ ക്യാരക്ടേഴ്സ്, ലീഡ് എല്ലാം സ്ത്രീ കഥാപാത്രങ്ങളാണ്. നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഉള്ളൊഴുക്ക് എല്ലാവരും പോയി കാണും, തിയേറ്ററിൽ പോയി കാണും, കരച്ചിൽ ടീമുകളെല്ലാം പോയി കാണും. മുമ്പ് എവിടെയോ കേട്ടിട്ടുള്ളതാണ്, നമുക്കൊരു പുരുഷ മേധാവിത്വ ഒരു സെറ്റപ്പാണ് നമ്മുടെ സൊസൈറ്റി എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നമ്മൾ ആഘോഷിക്കപ്പെടുന്നത്. പക്ഷേ അതുപോലെ തന്നെ ആഘോഷിക്കപ്പെടേണ്ട ഒരു ആക്ട്രസ്സാണ് ഉർവശി എന്നുള്ളതിൽ അതിൽ ആർക്കും തർക്കമുള്ള കാര്യമല്ല. അത് അങ്ങനെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഉർവശി എന്ന് പറയുന്ന ആക്ട്രസ് ചെയ്തിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് വെറൈറ്റിയും ആ ഒരു റേഞ്ചും ഒന്നും ഇന്ത്യൻ സിനിമയിൽ ഒരു നടിക്കും ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ മലയാള സിനിമയിലൊരു ലെജൻഡ് തന്നെയാണ് ഉർവശി. പുള്ളിക്കാരിക്ക് ഈ പടത്തിനകത്തുള്ള റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേക്ക് വാക്ക് പോലുള്ളൊരു സാധനമാണ്. ഉർവശി മാമിൻ്റെ പൊട്ടൻഷ്യൽ എന്തെന്ന് പുതിയ ജനറേഷനും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കെങ്കിലും ഇതുപോലുള്ള പടങ്ങൾ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പാർവതിയുടെ മരുമകൾ റോളും പക്കാണ്, സെറ്റാണ്. പുള്ളിക്കാരിയും പ്രൂവൺ ആക്ട്രസ് ആണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പുള്ളിക്കാരി അങ്ങനെ ആക്റ്റീവായിട്ട് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, സെലക്റ്റീവാണ്. എന്നാൽ പോലും എനിക്ക് തോന്നിയത് ഈ ഒരു ക്യാരക്ടർ മറ്റതിൻ്റെയൊക്കെ ഒരു
ഇച്ചിരി റെപ്പറ്റേഷൻസ് ഒക്കെ വന്നിട്ടില്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. ഇപ്പോൾ ടേക്ക് ഓഫ് ആയിക്കോട്ടെ, ഉയരെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അതേ ഒരു കാറ്റഗറിയിൽ അതേ ഒരു കൈൻഡ് ഓഫ് ആക്ടിങ് ഇതിനകത്തും പുള്ളിക്കാരി പിടിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ. അപ്പം നമുക്ക് തോന്നുന്നത് ഇപ്പം ഇങ്ങനെയുള്ളൊരു ദുരന്ത നായിക പരിപാടിയാണോ പുള്ളിക്കാരി പിടിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ ക്യാരക്ടർ വീണ്ടും റിപ്പറ്റീഷൻ വരുന്നല്ലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. പക്ഷേ ഒരു ഭയങ്കര വലിയൊരു വ്യത്യാസമൊന്നും നമുക്ക് പറയാനില്ല. പുള്ളിക്കാരിയുടെ ആ ഒരു സംസാരത്തിലായിക്കോട്ടെ, പുള്ളിക്കാരിയുടെ ആ ഒരു കൂടുതൽ സിമിലാരിറ്റി തോന്നിയത് ടേക്ക് ഓഫിലെ ക്യാരക്ടറുമായിട്ടാണ്. ഉർവശി പാർവതി കഴിഞ്ഞാൽ അർജുൻ രാധാകൃഷ്ണൻ നമുക്ക് പട എന്ന സിനിമയിലെ കളക്ടറായിട്ടാണ് വരുന്നത്. പിന്നെ അതിനുശേഷം ഡിയർ ഫ്രണ്ട് എന്നുള്ള പടത്തിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അവസാനം നമുക്ക് മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡിലെ വില്ലനായിട്ട് വരെ പുള്ളിയെ നമ്മൾ കണ്ടു. ഇപ്പോൾ മലയാളികൾക്ക് ഇപ്പം പരിചിതമായിട്ടുള്ളൊരു മുഖമായി മാറിയിട്ടുണ്ട് അർജുൻ്റെയും പെർഫോമൻസ് വൈസ് ഓക്കെയാണ് പുള്ളിക്കാരൻ്റെ. പക്ഷേ ക്യാരക്ടറൈസേഷനിൽ ടുവേർഡ്സ് എൻഡ് അല്ലെങ്കിൽ ക്ലൈമാക്സിൽ ഇങ്ങനെയൊക്കെ വേണമായിരുന്നോ, പടത്തിന് വേണ്ടി ഇത് ഇങ്ങനെ ആവേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് പേഴ്സണലി തോന്നി. അല്ലാതെ അത് മാത്രമാണ് എനിക്ക് പടത്തിൽ മൊത്തത്തിൽ തോന്നിയ ഒരു നെഗറ്റിവിറ്റി. ആ പുള്ളിക്കാരൻ്റെ ക്യാരക്ടറൈസേഷനിൽ എന്തോ ഒരു ചെറിയ അവസാനം നമുക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലേ എന്നൊരു തോന്നൽ. അപ്പോൾ അതാണ് എനിക്ക് പടമായിട്ട്. ബാക്കിയെല്ലാം പിന്നെയുള്ളത് ജയ കുറുപ്പ് എന്നുള്ള ആക്ട്രസ്സാണ്. പുള്ളിക്കാരി ഞാൻ അങ്ങനെ 1-2 പടങ്ങളിൽ ഈ പറഞ്ഞ പോലെ അമ്മ ക്യാരക്ടറിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നത് പേരല്ലൂർ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഡിസ്നി ഹോട്ട്സ്റ്റാറിലുള്ള വെബ് സീരീസിനകത്താണ്. അപ്പോൾ അതിനകത്തൊരു നല്ല ക്യാരക്ടർ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഓക്കെ പുള്ളിക്കാരി ഈ പടത്തിനകത്ത് കൊണ്ടല്ലേ. പുള്ളിക്കാരിയുടെ പെർഫോമൻസ് വൈസ് നല്ലതായിരുന്നു. അതായത് പാർവതിയുടെ അമ്മ ക്യാരക്ടറിൽ വരുന്ന ജയ കുറുപ്പ്, അതിനുശേഷം അലൻസിയർ പടത്തിനകത്തുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് നമുക്കൊരു മെയിൻ ലീഡ്. ഒരു വീട്ടിൽ നടക്കുന്ന സംഭവമല്ലേ. പ്രശാന്ത് മുരളിയെ പറ്റി പറഞ്ഞില്ല. പ്രശാന്ത് മുരളിയാണ് ഈ പടത്തിൽ ഉർവശിയുടെ മകൻ, പാർവതിയുടെ ഹസ്ബൻഡ് എന്നുള്ള ആ റോള് ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഈ പറഞ്ഞ കണക്ക് പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ പുള്ളി മരണപ്പെടുമല്ലോ. പുള്ളിയുടെ ഡെഡ് ബോഡിക്ക് അടക്കത്തിന് വേണ്ടി വെയിറ്റ് ചെയ്താണ് ഈ പടത്തിൻ്റെ മെയിൻ സംഗതികളെല്ലാം പോകുന്നത്. പുള്ളി ഒരുപാട് പടത്തിനകത്തും ഷോർട്ട് ഫിലിമുകളിലൊക്കെ സൈക്കോ ക്യാരക്ടറിൽ വന്നിട്ടുണ്ട്. ഇതിനകത്തും അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് പരിപാടി എന്നുള്ള നിലയിലേ ഉള്ളൂ. പൂർണ്ണമായിട്ടും സൈക്കോ ആയിട്ടല്ല. അതിനകത്ത് ഈ പറഞ്ഞ കണക്ക് ഒരു രോഗബാധിതനാണ് പുള്ളിക്കാരൻ. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് ഡീസൻ്റ് ആണ്. ഓവറാക്കുകയോ ചളവാക്കുകയോ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമുക്കറിയാം പുള്ളിക്കാരനെ ഈ പറഞ്ഞ പോലെ ഇതുപോലെ കണ്ടിട്ടുണ്ടായതുകൊണ്ട് പുള്ളിക്കാരൻ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നിലയിൽ തന്നെയാണ്. ചുരുക്കത്തിൽ ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂതകാലം എന്ന് പറഞ്ഞ പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതും ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു പേസിലുള്ളൊരു മൂവിയാണ്, സ്ലോ ആണ്. ഇതിനകത്ത് ബേസിക്കലി ഡ്രാമയാണ്. 2 ക്യാരക്ടേഴ്സും അവരുടെ ഇമോഷൻസിനെയും ബേസ് ചെയ്ത് മാത്രം പോകുന്ന ഒരു സ്റ്റോറി നറേഷനാണ്. ഇതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഓരോ ആളുകൾക്ക് അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഹൊറർ സിനിമ കാണാൻ പോകുന്നത് നമ്മൾ ആ പടം കണ്ട് പേടിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇതൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഡ്രാമ എന്നുള്ള പറയുമ്പോഴത്തേക്ക് നമുക്ക് അത് ഇമോഷണലി നമ്മൾ കണക്റ്റ് ആവുന്നുണ്ടോ, ഡ്രാമ നമുക്ക് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നോക്കേണ്ടത്. എനിക്ക് ഈ പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പടത്തിലെ പെർഫോമൻസുകൾ ഭയങ്കരമായിട്ട് നമ്മളെ ക്യാച്ച് ചെയ്യും, ഇമോഷൻസ് ക്യാച്ച് ചെയ്യും, നമ്മൾ അവർക്ക് വേണ്ടി ഇമോട്ട് ചെയ്യും. അത് തന്നെയാണ് ബേസിക്കലി പടം ഉദ്ദേശിക്കുന്നത്. അടിച്ചുപൊളിയും തമാശയും റൊമാൻസും ആക്ഷൻ പരിപാടികളും മാത്രമല്ല നമ്മൾ തിയേറ്ററിൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതുപോലുള്ള സിനിമകളെ കൂടെ നമ്മൾ തിയേറ്ററിൽ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ പൂർണ്ണമായും മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടമാണ് ഇത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.